എൻ്റെ പേര് അതുല്യ ഡൊമിനിക്ക്. ഞാൻ എൻ്റെ മമ്മിക്കും പപ്പയ്ക്കും വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മമ്മിയുടെ പേര് ആൻസി ഡൊമിനിക്ക്, പപ്പയുടെ പേര് ഡൊമിനിക്ക്. മമ്മിയുടെയും പപ്പയുടെ ഇടവക ആലുവ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് അശോകപുരം, അവിടെയാണ് ഞങ്ങളുടെ ഇടവക. എൻ്റെ മമ്മി 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. 2019 ഉടമ്പടി എടുക്കുമ്പോൾ മമ്മി അതിനു മുമ്പായിട്ട് തന്നെ ഞാനിവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് മമ്മിക്ക് എപ്പോഴും ഇവിടെ ഒന്ന് വരണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ മമ്മിക്ക് ഇവിടെ വരാൻ സാധിക്കുന്നില്ലായിരുന്നു. കാരണം എൻ്റെ മമ്മിക്ക് ലങ്സിനും ഹാർട്ടിനും ഒക്കെ അസുഖങ്ങളുള്ളത് കൊണ്ട് മമ്മിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു. പൊതുവായ സ്ഥലങ്ങളിലൊന്നും പോകാൻ പാടില്ലായിരുന്നു. പെട്ടെന്ന് ഇൻഫെക്ഷൻ വരികയും ICUവിൽ അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മമ്മിക്ക് അങ്ങനെ വരാൻ പറ്റാത്തതുകൊണ്ട് മമ്മി എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒപ്പം പ്രാർത്ഥിക്കുകയും ഞാൻ കൊണ്ടുവരുന്ന തൈലം എന്നെക്കൊണ്ട് ഇങ്ങനെ മമ്മിയുടെ നെറ്റിയിൽ കുരിശ് വരപ്പിക്കുകയും ഉപ്പ് കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ മമ്മിക്ക് എപ്പോഴും മമ്മിയുടെ വയറിൻ്റെ ഇടതുവശത്തായിട്ട് മമ്മിക്ക് ഒരു ചെറിയ തടിപ്പും ഭയങ്കര വേദനയും വരുമായിരുന്നു. മമ്മി എപ്പോഴും പ്രാർത്ഥിക്കും. മമ്മിക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരാളാണ്, ഒരുപാട് സർജറികളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം മമ്മി എപ്പോഴും പ്രാർത്ഥിക്കും, ഇനി ഒരു വട്ടം കൂടി എന്നെ ശരീരം കീറി മുറിക്കാൻ അനുവദിക്കരുതേ എന്ന് മമ്മി പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും. അങ്ങനെ മമ്മി ഞാൻ കൊണ്ടുവന്ന് ഈ തൈലം പരട്ടുകയും ഉപ്പ് കഴിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് പപ്പയുടെ അനിയൻ്റെ മകൻ്റെ കൂടെ ഞങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുകയും മമ്മീനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുകയും ഉടമ്പടി എടുക്കാൻ സാധിക്കുകയും ചെയ്തു മമ്മിക്ക്. പക്ഷെ മമ്മിക്ക് അറിയില്ലായിരുന്നു പിന്നീട് മമ്മിക്ക് ഇവിടെ വരാൻ പറ്റുമോ എന്നോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ മമ്മിയുടെ ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു ഉടമ്പടി എടുക്കണമെന്ന് മമ്മിയുടെ ആഗ്രഹമായിരുന്നു. മമ്മി അത് ചെയ്തു. അതിനുശേഷം ഇവിടെ നമുക്ക് കോവിഡ് വന്ന് നമ്മൾ എല്ലായിടവും ലോക്ക്ഡൗൺ ആവുകയും യൂട്യൂബിൽ നമ്മുടെ പ്രാർത്ഥനകൾ യൂട്യൂബിൽ കൂടാൻ മതിയെന്നുള്ള ഒരു ഇത് വരികയും ചെയ്തു. അപ്പം മമ്മി കോവിഡ് മൂലം ശരിക്കും നമ്മളെല്ലാവരും വിഷമിച്ചെങ്കിലും മമ്മിക്ക് ഇവിടെ വരാൻ സാധിക്കില്ല എന്ന് മമ്മിക്ക് അറിയായിരുന്നു. പക്ഷേ എങ്കിലും മമ്മിക്ക് ഇങ്ങനെ ഒരു അവസരം മമ്മിക്ക് അത് മമ്മി ശരിക്കും പ്രാവർത്തികമാക്കി ശരിക്കും യൂട്യൂബിലൂടെ കാണാൻ തുടങ്ങി. ഞാൻ ആ സമയമായപ്പോഴത്തേക്കും പുറത്തേക്ക് പോകാനും എനിക്ക് പറ്റി. അങ്ങനെ ഇരിക്കെ മമ്മി പ്രാർത്ഥിച്ചു. മമ്മി 10 വർഷമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. മമ്മിക്ക് ഒരു വീട് വാങ്ങിക്കണം എന്ന് മമ്മിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. മമ്മി കുറേ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചെങ്കിലും അത് സാധിച്ചില്ലെങ്കിലും മമ്മി പറയുന്നു എന്നെങ്കിലും ഒരിക്കൽ തരും. ഇപ്പം ദൈവം തൽക്കാലം വാടകയൊന്നും കൊടുക്കാതെ താമസിക്കാൻ ഒരു സ്ഥലം ദൈവം തന്നിട്ടുണ്ടല്ലോ, എന്നെങ്കിലും എൻ്റെ ആഗ്രഹപ്രകാരം എനിക്കൊരു വീട് തരും എന്ന് മമ്മി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ ഉടമ്പടി വെച്ചപ്പോൾ ഒരു സ്ഥലം വിൽക്കുവാനും നല്ലൊരു വീട് ഞങ്ങൾക്ക് ലഭിക്കുവാനും വേണ്ടി മമ്മി പ്രാർത്ഥിച്ചു. മമ്മി ഈ സ്ഥലം വിൽപ്പനയ്ക്ക് നമ്മൾ പറഞ്ഞ തുകകളൊന്നും നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ അച്ഛൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ പറയണ കേട്ടു, ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുക, നിങ്ങൾ എത്ര തുകയാണോ എത്ര ഇതാണോ നിങ്ങൾക്ക് വേണ്ടത് ആ പൈസ വെച്ച് നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുക, അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അച്ഛൻ ഇവിടെ പറയുകയുണ്ടായി. അങ്ങനെ മമ്മി ഞങ്ങളുടെ ഒരു സ്ഥലത്തിന് 1 സെൻറ്റിന് 4.5 രൂപ വെച്ച് മമ്മി പ്രാർത്ഥിച്ചു. മമ്മിക്ക് 2022 ഞങ്ങളുടെ സ്ഥലം കറക്റ്റ് 4.5 രൂപ വെച്ച് 7 സെൻറ്റ് സ്ഥലം വിറ്റുപോകാനും മമ്മി ആ തുക നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ 2022 പെസഹ ഞങ്ങൾക്ക് ആ പുതിയ വീട്ടിൽ വെച്ച് നടത്താനും മമ്മി മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 2022 പെസഹായ്ക്ക് ഞങ്ങൾ അവിടെ പാല് കാച്ചുകയും ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള പിറ്റേ തിങ്കളാഴ്ച ഞങ്ങൾ അവിടെ താമസമാക്കുകയും ചെയ്തു. അതുപോലെ മമ്മി മാതാവിനോട് വാഗ്ദാനം ചെയ്തു, ഞങ്ങൾ കയറുന്ന വീട്ടിൻ്റെ ഫ്രണ്ടിൽ മാതാവിനെ കണ്ടുകൊണ്ട് വേണം ഞങ്ങൾക്ക് ഈ വീട്ടിലോട്ട് കയറാൻ, അതിന് പറ്റുന്ന ഒരു സ്ഥലം ഞങ്ങൾക്ക് അവിടെ കാണിച്ചു തരണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളിവിടെ സ്റ്റോളിൽ നിന്ന് ഞങ്ങൾ മാതാവിൻ്റെ ഒരു രൂപം വാങ്ങിച്ചു. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് കയറുമ്പോൾ വരുന്ന എല്ലാവരും ഈ നമ്മുടെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ നോക്കിയിട്ടല്ലാതെ കയറാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾക്ക് അവിടെ വെക്കാനും സാധിച്ചു. ഈ വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു. സങ്കീർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു,
ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. എന്തെന്നാൽ കർത്താവെ, അങ്ങു തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ആൻസി ഡൊമിനിക് എന്ന സഹോദരിയും കുടുംബവും നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ കുടുംബത്തിൻ്റെ ഓരോ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അമ്മയുടെ ആരോഗ്യത്തിൻ്റെ മേഖലയിലും അതുപോലെ തന്നെ ഒരു ഭവനത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളിലും സ്ഥലം വിറ്റുപോകുന്ന കാര്യങ്ങളിലുമൊക്കെ പരിശുദ്ധ അമ്മ ഇടപെട്ടതിൻ്റെയും പരിശുദ്ധ അമ്മ നൽകിയ ആ ഒരു സംരക്ഷണത്തിൻ്റെയും സുരക്ഷിതത്തിൻ്റെയും ഉടമ്പടി പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് വിശ്വാസ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചതിൻ്റെയും വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് ഇടവന്നതിൻ്റെയും അനുഭവങ്ങൾ ഈ കുടുംബം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.